നമ്മള് ഇന്നിപ്പോ വേറെ ഒന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തപ്പോഴ് മറ്റേ വന്യജീവി സങ്കേതങ്ങളുടെ ഞാൻ ഒരു സെക്ഷൻ എടുക്കണമെന്ന് വിചാരിച്ചത്. പിന്നെ സമയം രാത്രി ആയതുകൊണ്ടാണ് എടുക്കാത്തത്. അതായത് നമ്മുടെ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ രൂപം കൊണ്ട വർഷവും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും. ഓക്കെ, ഇത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമുക്ക് ചേരുംപടി ചേർക്കാനോ അല്ലെങ്കിൽ വർഷം വന്നിട്ട് സ്റ്റേറ്റ്മെന്റ്, നമ്മൾ ഇന്നലെ ചെയ്ത ആ ക്വസ്റ്റ്യൻ പോലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായില്ല, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ ചെയ്തത്. അപ്പൊ അതിൽ തന്നെ വർഷമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ സ്ഥിതി ചെയ്യുന്ന ജില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം നിലയിലോ ഇതിൽ ചുവടെ തന്നിരിക്കുന്നതില് കാലഗണന ക്രമത്തിൽ അത് അടയാളപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞ് ചോദ്യം വരാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിള്ളേരെ സ്റ്റാർട്ട് ചെയ്യാം. ശരി, നമ്മുടെ കേരളത്തില് എത്ര വന്യജീവി സങ്കേതങ്ങളാണ് ഉള്ളത്? കേരളത്തില് 18 വന്യജീവി സങ്കേതങ്ങളാണ് ഉള്ളത്. കേരളത്തിൽ 18 വന്യജീവി സങ്കേതങ്ങളാണ് ഉള്ളത്. അനു പോയില്ലേ? അനു എവിടെ എത്തി? ട്രെയിനിലല്ലേ? ട്രെയിനിൽ റേഞ്ച് ഒക്കെ ഉണ്ടോ? ട്രെയിനിലാ? ഓക്കെ, ഇടയ്ക്കിടെ പോകരുത്. എന്തായാലും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കാണിക്കുന്ന മനസ്സ് നല്ല കാര്യം. ഓക്കെ, നോക്കിയോ, 18 വന്യജീവി സങ്കേതങ്ങൾ. എടാ, അതില് ഒന്നാമത്തത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? പറഞ്ഞേടാ, കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ഒന്നാമത്തെ വന്യജീവി സങ്കേതം പെരിയാറാണ്. പെരിയാർ വന്യജീവി സങ്കേതമാണ് പെരിയാർ. ഓക്കെ, ഏത് വർഷമാണ്? ഏത് വർഷം? 1950 ആണ്. 1950. ഏത് ജില്ല? പെരിയാർ 1950. ഏത് ജില്ല? ഇടുക്കി മാത്രം പറഞ്ഞാൽ മതിയോ? ഇടുക്കി മാത്രം പറഞ്ഞാൽ മതി. നമുക്ക് പരീക്ഷ ചോദിച്ചിട്ടുള്ളതാ. ഇടുക്കി, കോട്ടയം വരുന്നുണ്ടോ? എറണാകുളം വരുന്നുണ്ടോ? ഇടുക്കി പത്തനംതിട്ടയാണ്. ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇടുക്കി പത്തനംതിട്ട. പെരിയാർ വന്യജീവി സങ്കേതമാണ് പറയുന്നത്. പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. വർഷം 1950. 1950 പെരിയാർ വന്യജീവി സങ്കേതം ഫോം ചെയ്തത്. ഓക്കെ, 1950 ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ രണ്ടാമത്തെ വന്യജീവി സങ്കേതം ആർക്ക് പറയാം? കറക്റ്റ് ആണ്, നെയ്യാറാണ് കേട്ടോ. നെയ്യാറാണ് കേരളത്തിലെ രണ്ടാമത്തെ വന്യജീവി സങ്കേതം. നെയ്യാർ ഏത് വർഷം? 59 അല്ല, 58. നെയ്യാർ 1958. ഏത് ജില്ല? തിരുവനന്തപുരം ജില്ല. ഓക്കെ, നമ്മുടെ സ്വന്തം തിരുവനന്തപുരം ജില്ലയിലാണ് ഏത്? നെയ്യാർ വന്യജീവി സങ്കേതം. വർഷം 1958. ഏത് ജില്ല? തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ. ഓക്കെ, അടുത്ത് മൂന്നാമത്തെ വന്യജീവി സങ്കേതം ഏതാണ്? മൂന്നാമത്തെ വന്യജീവി സങ്കേതം പീച്ചി വാഴാനിയാണ് കേട്ടോ. പീച്ചി വാഴാനിയാണ് മൂന്നാമത്തെ വന്യജീവി സങ്കേതം. ഏത് വർഷം? പീച്ചി വാഴാനി ഏത് വർഷം? പീച്ചി വാഴാനിയും 1958 തന്നെയാണ്. പീച്ചി വാഴാനി ഏത് ജില്ലയിലാണ്? പീച്ചി വാഴാനി തൃശ്ശൂർ ജില്ല. പീച്ചി വാഴാനി തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ നല്ലപോലെ റെസ്പോണ്ട് ചെയ്തോണേ. ക്ലിയർ ആണ്. അടുത്ത് നാലാമത്തത് വയനാട് വന്യജീവി സങ്കേതം. നാലാമത്തത് വയനാട് വന്യജീവി സങ്കേതം. ഏത് വർഷമാണ് വയനാട് വന്യജീവി സങ്കേതം? 1973. വയനാട് വന്യജീവി സങ്കേതം. ഏത് ജില്ലയിലാണ്? നമുക്ക് അറിയാം അല്ലെ, വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വന്യജീവി സങ്കേതത്തിന് നമ്മൾ വേറൊരു പേര് വിളിക്കും, മുത്തങ്ങ വന്യജീവി സങ്കേതം. നമുക്ക് ആ പേരിലും പരീക്ഷയിൽ ചോദിക്കാറുണ്ട് കേട്ടോ. വയനാട് വന്യജീവി സങ്കേതത്തെ നമ്മൾ മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നും PSC എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. വയനാട് വന്യജീവി സങ്കേതം അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം. ഏത് വർഷം? 1973. വയനാട് ജില്ലയിലാണ്. ഓക്കെ, ഈ വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. വയനാട് ചുരം അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുണ്ട്. വയനാട് ചുരത്തിന്റെ മറ്റൊരു പേരെന്താ? താമരശ്ശേരി ചുരം. വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരം. ഓക്കെ, ഈ വയനാട് ചുരം ബന്ധിപ്പിക്കുന്നത് വയനാടും കോഴിക്കോടുമാണ് അല്ലെ. വയനാടിനെയും കോഴിക്കോടിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ്. അതുപോലെ തന്നെ കോഴിക്കോടിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ്. വയനാടിലെ കോഴിത്താമര
എന്നും പറഞ്ഞ് നമ്മളത് കണക്ട് ചെയ്ത് വെക്കാറുണ്ട് അല്ലെ. വയനാടിലെ കോഴിത്താമര എന്ന് പറഞ്ഞ് നമ്മൾ കണക്ട് ചെയ്ത് വെക്കാറുണ്ട്. വയനാടിനെയും കോഴിക്കോടിനെയും ബന്ധിപ്പിക്കുന്ന ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായ? ഇനി അതുപോലെ തന്നെ കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. അല്ല, അത് മലപ്പുറമാണ് അല്ലേ. മലപ്പുറം. കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറമാണ്. കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോഴിക്കോടാണ്. അല്ല, അത് മലപ്പുറമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലപ്പുറമാണ്. കറക്റ്റ് സ്ഥലം ഏതെന്നറിയാവോ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതെന്നറിയാവോ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് തേഞ്ഞിപ്പാലം. ഏതാ പിള്ളേരെ? തേഞ്ഞിപ്പാലം കേട്ടോ. തേഞ്ഞിപ്പാലം മലപ്പുറം. അപ്പൊ ഇതൊക്കെ ഓർത്തോണേ. വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരത്തിന്റെ മറ്റൊരു പേരാണ് വയനാട് ചുരം. ഓക്കെ, ഇത് സ്ഥിതി ചെയ്യുന്നത് വയനാടല്ല, അത് കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ വയനാട് കോഴിക്കോട്. അതുപോലെ തന്നെ കാലിക്കറ്റ് എയർപോർട്ട്, അതായത് കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട്, കരിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലപ്പുറത്താണ്. അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലത്താണ് അല്ലെ. മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത് അഞ്ചാമത്തെ വന്യജീവി സങ്കേതം ഏതാണ്? അഞ്ചാമത്തെ വന്യജീവി സങ്കേതം ആർക്ക് പറയാം? അഞ്ചാമത്തെ വന്യജീവി സങ്കേതം പറ. ഇന്നലെ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. 73 ഒരെണ്ണം കൂടെ ഉണ്ടെന്ന്. 73 നമ്മൾ ഇന്നലെ പറമ്പിക്കുളം പറഞ്ഞപ്പോഴ് പിള്ളേരെ അഞ്ചാമത്തത് പറമ്പിക്കുളമാണ്. പറമ്പിക്കുളം ഏത് വർഷോടാ? 1973. ഏത് ജില്ല? നിങ്ങളുടെ സ്വന്തം പാലക്കാട് അല്ലേ. പാലക്കാട് ചൂട് എങ്ങനെയുണ്ട്? പാലക്കാട് ചൂടൊക്കെ കൂടിയോ? നല്ല ചൂടാണോ പാലക്കാട്? പാലക്കാട് നല്ല ചൂടാ. ഓക്കെ, ഇവിടെ നമുക്ക് അത്യാവശ്യം ചൂടുണ്ട് ഇങ്ങോട്ട് ട്രിവാൻഡ്രം ഭാഗത്തൊക്കെ. അപ്പൊ അങ്ങോട്ട് നല്ല ചൂടായിരിക്കും. ഇപ്പൊ കണ്ണൂര് ചൂട്. ഓക്കെ, ശരി. അപ്പൊ ഇവിടെ പറമ്പിക്കുളം 1973 പാലക്കാട് അഞ്ചാമത്തെ വന്യജീവി സങ്കേതം. ഓക്കെ, ആറാമത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ആറാമത്തെ വന്യജീവി സങ്കേതം ചെന്തുരുണിയാണോ? വളരെ ആറാമത്തെ വന്യജീവി സങ്കേതമാണ് ഇടുക്കി വന്യജീവി സങ്കേതം. ഏതാണ്? ഇടുക്കിയാണ്. 1976 ഏത് ജില്ല? ഇടുക്കി ജില്ല തന്നെയാണ്. ഓക്കെ, അപ്പൊ ആറാമത്തെ വന്യജീവി സങ്കേതം ഇടുക്കി വന്യജീവി സങ്കേതമാണ്. 1976 ഇടുക്കി ജില്ലയിലാണ്. ഓക്കെ, അടുത്ത ഏഴാമത്തെ വന്യജീവി സങ്കേതം ആർക്ക് പറയാം? ഏഴാമത്തെ വന്യജീവി സങ്കേതമാണ് പേപ്പാറ വന്യജീവി സങ്കേതമാണ് ഏഴാമത്തത്. വർഷം 1983. ജില്ല ഏതാ? പേപ്പാറ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലാണ്. ഓക്കെ, എട്ടാമത്തെ വന്യജീവി സങ്കേതം, അതൊരു ആദ്യത്തെ സംഭവമാണ്. തട്ടേക്കാട്. കേരളത്തിലെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ പക്ഷി സങ്കേതം. കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. തട്ടേക്കാട് സ്ഥാപിതമായത് ഏത് വർഷമാണ്? തട്ടേക്കാട് 1983 തട്ടേക്കാട് സ്ഥാപിതമായത്. ജില്ല ഏതാണ്? തട്ടേക്കാട് സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം ജില്ല. ഏത് ജില്ലയാണ് പിള്ളേരെ? എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പം എട്ടാമത്തെ വന്യജീവി സങ്കേതം തട്ടേക്കാടാണ്. കേരളത്തിൽ ആദ്യത്തേതും ഏറ്റവും വലുതുമായിട്ടുള്ള വന്യജീവി സങ്കേതമാണ്. 1983 സ്ഥാപിതമായി. ജില്ല എറണാകുളം. ഓക്കെ, അടുത്ത് ഒൻപതാമത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ഒൻപതാമത്തത് ചിന്നാറാണ്. ചിന്നാർ വന്യജീവി സങ്കേതം വർഷം ഇനി അങ്ങോട്ടൊക്കെ എളുപ്പമാണ്. ചിന്നാർ 1984. ഇതൊക്കെ ചോദിക്കുന്നതാണ്. ചിന്നാർ 1984. അടുത്തത് 84. ജില്ല പറ. ജില്ല ഇടുക്കി ജില്ല. ചിന്നാർ ഇടുക്കി ജില്ല. ഓക്കെ, അടുത്ത് 10ാമത്തെ വന്യജീവി സങ്കേതം.
ചിമ്മിനി വന്യജീവി സങ്കേതം, ചിമ്മിനി. വർഷം ഏത് തന്നെ? വർഷം ഏത് തന്നെ? ആ വർഷം 1984 തന്നെ. 1984 തന്നെ. ജില്ല പറ. ചിമ്മിനി തൃശ്ശൂര്. ചിന്നാർ 1984 ഇടുക്കി, ചിമ്മിനി 1984 തൃശ്ശൂര്. ഓക്കെ. 11ാമത്തെ വന്യജീവി സങ്കേതം പറഞ്ഞേ. 11ാമത്തെ വന്യജീവി സങ്കേതം. 11ാമത്തത് ചെന്തുരുണി. ഏതാ പിള്ളേരെ? ചെന്തുരുണിയാണ് 11ാമത്തെ വന്യജീവി സങ്കേതം. ഓക്കെ. ഏത് വർഷം? ചെന്തുരുണി 1984. കൊള്ളാം. 1984 കൊല്ലം ജില്ല. ചെന്തുരുണി 1984 കൊല്ലം ജില്ല. 12ാമത്തെ വന്യജീവി സങ്കേതം. 12. പിള്ളേരെ ആറളമുണ്ട് കേട്ടോ. ആറളമാണ് 12ാമത്തെ വന്യജീവി സങ്കേതം. ആറളമാണ്. ആറളം ഏത് വർഷോടാ? ആറളവും 1984 തന്നെയാണ്. ഏത് വർഷം? അല്ലെ ഏത് ജില്ല? കണ്ണൂർ ജില്ല. ആറളം കണ്ണൂർ ജില്ല. ഓക്കെ. ഈ 4 പഠിച്ചോണെ. ചിന്നാറ്, ചിമ്മിനി, ചെന്തുരുണി, ആറളം. ചിന്നാറ്, ചിമ്മിനി, ചെന്തുരുണി, ആറളം 4 ഒരേ വർഷമാണ്. 1984 ജില്ലകൾ പഠിച്ചോണം. ചിന്നാർ ഇടുക്കി ജില്ല, ചിമ്മിനി തൃശ്ശൂർ ജില്ല, അതുപോലെ ചെന്തുരുണി കൊല്ലം ജില്ല, ആറളം കണ്ണൂർ ജില്ല. ഓക്കെ. പ്രധാനപ്പെട്ട സ്ഥിരമായി ചോദിക്കുന്ന വന്യജീവി സങ്കേതങ്ങളാണ്. ചിന്നാറൊക്കെ നമുക്ക് സ്ഥിരം ചോദ്യം വരുന്നതാണ്. ഓക്കെ. അടുത്ത് 13ാമത്തെ വന്യജീവി സങ്കേതം ഏത്? 13ാമത്തെ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം, ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനം. ഏത് വർഷമാണ് വളരെ? മംഗളവനം 2004 മംഗളവനം. ഓക്കെ. ഏത് ജില്ല? മംഗളവനം എറണാകുളം ജില്ലയിലാണ് മംഗളവനം. ഓക്കെ. അപ്പം 13ാമത്തെ വന്യജീവി സങ്കേതം മംഗളവനമാണ്. വർഷം 2004, ജില്ല എറണാകുളം. മംഗളവനം 2004 എറണാകുളം. ഓക്കെ. കേരള ഹൈക്കോടതിയുടെ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അതിന്റെ കോമ്പൗണ്ടിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് കേട്ടോ. ഓക്കെ. അടുത്ത് 14ാമത്തൊന്ന് പറഞ്ഞേ. 14ാമത്തൊന്ന് പറഞ്ഞേടാ. 14ാമത്തെ ഏതാ? 14ാമത്തെ ഒരു സസ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം. കുറിഞ്ഞിമല വന്യജീവി സങ്കേതം. ഏത് വർഷം? കുറിഞ്ഞിമല വന്യജീവി സങ്കേതം 2006. ഏത് ജില്ല? കുറിഞ്ഞിമല ഏത് ജില്ലയിലാണ്? കുറിഞ്ഞിമല ഇടുക്കി ജില്ല. കുറിഞ്ഞിമല ഇടുക്കി ജില്ലയിലാണ്. കുറിഞ്ഞിമല വന്യജീവി സങ്കേതം 2006 ഇടുക്കി ജില്ല. ഓക്കെ. 15ാമത്തെ വന്യജീവി സങ്കേതം ഏത്? 15ാമത്തെ വന്യജീവി സങ്കേതം. പിള്ളേരെ 15ാമത്തത് ചൂളന്നൂരാണ്. ചൂളന്നൂർ. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം ചൂളന്നൂർ. KK നീലകണ്ഠന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. ഓക്കെ. പിള്ളേരെ പറ. ഏത് വർഷം? ചൂളന്നൂര് 2007. ഓക്കെ. ചൂളന്നൂർ ഏത് ജില്ലയിലാണ്ടാ? ചൂളന്നൂര് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലാണ് ചൂളന്നൂര്. ഓക്കെ. 16ാമത്തെ വന്യജീവി സങ്കേതം പറഞ്ഞേ. 16ാമത്തെ വന്യജീവി സങ്കേതം. 16ാമത്തത് മലബാർ വന്യജീവി സങ്കേതം. മലബാർ എവിടാ? മലബാർ വന്യജീവി സങ്കേതം. വർഷം പറ ആദ്യം. മലബാർ വർഷം പറഞ്ഞേ. 2007 ആണോ മലബാർ? 2007 അല്ല, 2010. മലബാർ വന്യജീവി സങ്കേതം 2010. ജില്ല മലബാർ. മലപ്പുറമാണോ കോഴിക്കോടാണോ? പിള്ളേരെ കോഴിക്കോട് ജില്ല. അടുത്ത് 17ാമത്തെ വന്യജീവി സങ്കേതം. 17 കൊട്ടിയൂർ വന്യജീവി സങ്കേതം. കൊട്ടിയൂര് ഏത് വർഷം? കൊട്ടിയൂർ 2011. കൊട്ടിയൂർ 2011. ഏത് ജില്ല? കണ്ണൂർ ജില്ല. കൊട്ടിയൂർ 2011 കണ്ണൂർ ജില്ല.
കൊട്ടിയൂർ 2011, കണ്ണൂർ ജില്ല. 18ാമത്തെ വന്യജീവി സങ്കേതം പറ. 18ാമത്തെ വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം, കരിമ്പുഴ വൈൽഡ് ലൈഫ് സാഞ്ചുറി. കരിമ്പുഴ വൈൽഡ് ലൈഫ് സാഞ്ചുറി ഏത് വർഷം? കരിമ്പുഴ 2019 ആണ്. 2019. ഓക്കെ, 2019 ഏത് ജില്ല പിള്ളേരെ? മലപ്പുറം ജില്ല. ഓക്കെ, മലപ്പുറം ജില്ല. അപ്പൊ ഇതാണ് ഈ മലപ്പുറം പാലക്കാട് ബോർഡറിലാണ് കറക്റ്റ് പറഞ്ഞാൽ ഇത് വരുന്നത് കേട്ടാ. ഓക്കെ, പക്ഷെ ജില്ല ഏന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മലപ്പുറമാണ് പറയേണ്ടത്, ഓർത്തിരിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ കേരളത്തിലെ 18 വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥാപിതമായ വർഷവും സ്ഥിതി ചെയ്യുന്ന ജില്ലയും. ഈ ഒരു സാധനം ഇമ്പോർട്ടന്റ് ആണ്, കുറെ വർഷങ്ങളൊക്കെ പഠിക്കാറുണ്ട്. ഇത് നിങ്ങൾക്ക് ചോദിക്കും. വന്യജീവി സങ്കേതമൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാവർക്കും എഴുതാൻ പറ്റും. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ രൂപം കൊണ്ട വർഷമെന്നോ അല്ലെങ്കിൽ രൂപം കൊണ്ട വർഷക്രമത്തിൽ എഴുതാൻ പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് വരുന്നൊരു സാധനമാണ് കാലഗണന ക്രമത്തിൽ എഴുതുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾ 10th മെയിൻസ് ആണ്. 10th മെയിൻസ് ഉണ്ട്, +2 മെയിൻസ് ഉണ്ട്, ഡിഗ്രി പ്രിലിംസ് ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് വളരെയധികം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഇതൊക്കെ തന്നെ ചോദിക്കും. പക്ഷെ ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കും? വർഷമൊക്കെ തന്നിട്ട് തെറ്റായ ജോഡി, രൂപം കൊണ്ട വർഷം തന്നിരിക്കുന്നു, അതിന് തെറ്റായ ജോഡി, ശരിയായ ജോഡി. അതായത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? ഇതിൽ ഏറ്റവും വലുതേതാ? ഏറ്റവും വലുത് പെരിയാറാണ്. ആദ്യത്തതും ഏറ്റവും വലുത്, ആദ്യത്തതും ഏറ്റവും വലുത് പെരിയാറാണ്. ഏറ്റവും ചെറുത് ഏതാണ്? ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏതാണ്? ഏറ്റവും ചെറുത് മംഗളവനമാണ്. ഏറ്റവും ചെറുത് മംഗളവനമാണ്. ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം മംഗളവനമാണ്. ഏറ്റവും ഒടുവിലത്തത് അറിയാം നമുക്ക്. അവസാനത്തത് എന്നിട്ട് കഴിഞ്ഞാൽ കരിമ്പുഴയാണ് അല്ലെ? അവസാനത്തത് കരിമ്പുഴയാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് അവസാനത്തത്. ഇനി ഏറ്റവും വടക്കേറ്റത്തുള്ളത് ഏതാണ്? വടക്കേറ്റത് വന്യജീവി സങ്കേതം ഏതാണ്? നോർത്തേൺ മോസ്റ്റ് വടക്കേറ്റത് വന്യജീവി സങ്കേതം. വടക്കേറ്റത് വന്യജീവി സങ്കേതം പിള്ളേരെ, വടക്കേറ്റത് വന്യജീവി സങ്കേതം ആറളം. വടക്കേറ്റത് വന്യജീവി സങ്കേതം ഏതടാ? ആറളം. വടക്കേറ്റത് വന്യജീവി സങ്കേതം ആറളം. സോറി, ആറളം അല്ല, വടക്കേറ്റത് വന്യജീവി സങ്കേതം ആറളം. ഇനി തെക്കേറ്റത്തെ വന്യജീവി സങ്കേതം ഏതാണ്? തെക്കേറ്റത്തെ വന്യജീവി സങ്കേതം നെയ്യാറ്. തെക്കേറ്റത്തെ വന്യജീവി സങ്കേതം ഏതാണ്ട് നെയ്യാറാണ്. ഓക്കെ, ക്ലിയർ ആണ്? ഇതിൽ ഏതാണ് സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം? സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത്? സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് തട്ടേക്കാട്. സലീമലിയുടെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് തട്ടേക്കാട്. ഓക്കെ, ഇനി കെ നീലകണ്ഠൻ അല്ലെങ്കിൽ ഇന്ദുചൂടന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചൂളന്നൂർ അല്ലെ? കെ നീലകണ്ഠൻ അല്ലെങ്കിൽ ഇന്ദുചൂടൻ. നിങ്ങൾ ഈ പേര് കേട്ടുണ്ടോ? കെ നീലകണ്ഠൻ അല്ലെങ്കിൽ ഇന്ദുചൂടൻ. അദ്ദേഹം ഏതൊക്കെ മേഖലയിൽ പ്രശസ്തനാണ്? അദ്ദേഹം മോഹൻലാൽ. അതെ, മോഹൻലാലിന്റെ പേര് തന്നെ ഇട്ടിരിക്കുന്നത്. ആരുടെ അത്? കെ നീലകണ്ഠൻ. അദ്ദേഹം ഏത് മേഖലയിൽ പ്രശസ്തനാണ്? പക്ഷി നിരീക്ഷകനാണ്. വേറെ എന്തെങ്കിലും? അതെ, ഓർണിത്തോളജിസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, മനീഷ ഇപ്പൊ ഇംഗ്ലീഷേ പറയുള്ളൂ അല്ലേ ഫുള്ള്? പക്ഷി നിരീക്ഷകനാണ്. വേറെ എന്ത് പറയാം? വേറൊന്നും പറയാൻ പറ്റൂലേ? സുന്ദരനായിട്ട് മനുഷ്യൻ. എഴുത്തുകാരൻ, സാഹിത്യകാരനാണ്. ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് കെ നീലകണ്ഠന് സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഏത് കൃതിക്കെന്നറിയോ? ഒരു കുരുവിയുടെ പതനം. ആരാടാ? ഒരു കുരുവിയുടെ പതനം സലീം അലിയുടെ ആത്മകഥയാണ്. സലീം അലിയുടെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം കേട്ടാ. സലീമയുടെ ആത്മകഥയാണ് ഫാൾ ഓഫ് എ സ്പാരോ. ഒരു കുരുവിയുടെ പതനം. അത് തെറ്റിക്കരുതേ. കുരുവിയുടെ പതനം സലീം അലിയുടെ ആത്മകഥയാണ്. കെ നീലകണ്ഠന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ്
കേരളത്തിലെ പക്ഷികൾ, കേരളത്തിലെ പക്ഷികൾ, കേരളത്തിലെ പക്ഷികൾ, കേരളത്തിലെ പക്ഷികൾ, കേരളത്തിലെ പക്ഷികൾ. ക്ലിയർ ആണ്. കെ നീലകണ്ഠന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് കേരളത്തിലെ പക്ഷികൾ. ഏതാണ് പിള്ളേരെ? കേരളത്തിലെ പക്ഷികൾ. വേറൊന്നും കൂടെ ഇല്ലേ ഇതുപോലെ? എന്തുവാടാ അത്? എന്തുവാ മനസ്സിലായില്ല? കമന്റ് ഒന്ന് ഇടോ. കേരളത്തിലെ പക്ഷികൾ, എടാ കേരളത്തിലെ പക്ഷികൾ എന്ന് പറയുന്ന കൃതി എഴുതിയത് ഇദ്ദേഹമാണ്. ഇനി പക്ഷികളെ കുറിച്ചുള്ള ബുക്കുകൾ ഞാൻ പറഞ്ഞുതരാം. സലീം അലിയുടെ ബുക്കുകൾ തന്നെ ഞാൻ പറഞ്ഞുതരാം, അത് കൺഫ്യൂഷൻ വരരുത് കേട്ടാ. സലീം അലിയുടെ ബുക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സലീം അലി മലയാളിയല്ലേ? സലീം അലി എവിടെയാണ്? പാലക്കാടാണോ എറണാകുളംകാരനാണോ? സലീം അലി മലയാളിയാണോ? സലീം അലി അല്ല, സലീം അലി ബോംബെക്കാരനാണ് കേട്ടാ, ബോംബെക്കാരനാണ് സലീം അലി. ഓക്കെ, സലീം അലിയുടെ പുസ്തകങ്ങളുണ്ട് കേട്ടാ. ബേർഡ്സ് ഓഫ് കേരള, അത് മെയിൻ ആയിട്ട് ബേർഡ്സ് ഓഫ് ഇന്ത്യ എന്നൊരു പുസ്തകമുണ്ട്. ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകമുണ്ട്. ബേർഡ്സ് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ബേർഡ്സ് ഓഫ് കേരള, ബേർഡ്സ് ഓഫ് കേരള, ബേർഡ്സ് ഓഫ് കേരള. അതുപോലെ തന്നെ ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ, ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ, ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ, ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ, ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ. ഈ പുസ്തകങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് സലീം അലിയാണ്. മനസ്സിലായോ? ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള, ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ, ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള, ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ. ഈ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് സലീം അലിയാണ്. എന്നാൽ കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് കെ നീലകണ്ഠനാണ്. കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് കെ നീലകണ്ഠൻ അല്ലെങ്കിൽ ഇന്ദുചൂടനാണ്. ഇന്ദുചൂടനാണ്. ഇത് നിങ്ങൾക്ക് ചോദിക്കുന്ന സാധനമാണ്. മനസ്സിലായോ? ശരി, വേറൊരു ചോദ്യം ചോദിക്കട്ടെ. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി ആരാ? കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി ആരാ? ആർക്ക് പറയാം? കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി എസ് രാധാകൃഷ്ണനാണ്. എസ് രാധാകൃഷ്ണൻ, എസ് രാധാകൃഷ്ണനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി എസ് രാധാകൃഷ്ണനാണ്. എസ് രാധാകൃഷ്ണനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി. അത് ഓർത്തോണം കേട്ടോ. നമ്മുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി, രണ്ടാമത്തെ രാഷ്ട്രപതി, നമ്മുടെ അദ്ദേഹത്തിന്റെ ജന്മദിനത്തെ എന്തായിട്ട് ആചരിക്കുന്നു? ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നു. എന്നാൽ അദ്ദേഹമാണോ നമ്മുടെ ദേശീയ അധ്യാപകൻ? നമ്മുടെ ദേശീയ അധ്യാപകൻ അദ്ദേഹമാണോ? നമ്മുടെ ദേശീയ അധ്യാപകനായി കണക്കാക്കുന്ന ആരെയാണ്? നമുക്കൊരു ദേശീയ അധ്യാപകൻ ഉണ്ടെങ്കിൽ അത് ആരാണ്? ആരാണ് നമ്മുടെ ദേശീയ അധ്യാപകൻ? ആർക്ക് പറയാം? മൗലാന അബുൽ കലാം ആസാദ് ആണോ? അല്ല, നിങ്ങൾക്ക് അറിയാം, അദ്ദേഹമാണ് ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത്. ആചാര്യ വിനോബ ഭാവെയാണ് കേട്ടോ. ആചാര്യ വിനോബ ഭാവെയാണ്. ആചാര്യ വിനോബ ഭാവെയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണേ? എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് പക്ഷെ ദേശീയ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ബോർഡിലുള്ള എല്ലാ വർഷങ്ങളും നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. കാരണം ഇത് മറന്നു പോകുന്ന കാര്യമാണ്. എല്ലാവരും നന്നായിട്ട് നോട്ട് ചെയ്ത് പഠിച്ചോണം. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് പിള്ളേരെ. ഓക്കെ, ക്ലിയർ ആണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടിയില്ല, നമുക്കൊരു സങ്കടമാണ്. മനസ്സിലായ? നമുക്ക് മാർക്ക് കിട്ടി കാരണം അയ്യോ വന്യജീവി സങ്കേതമൊക്കെ എളുപ്പമുള്ള ടോപ്പിക് ആയിരുന്നു, ഒന്ന് റിവിഷൻ ചെയ്തിരുന്നെങ്കിൽ കിട്ടിപ്പോയന. റിവിഷൻ നിങ്ങളുടെ പഠനത്തിൽ ഒരു ബ്രഹ്മാസ്ത്രമാണ്. മനസ്സിലായ? ബാക്കി നിങ്ങൾ പഠിക്കുന്നതും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ ചെറിയ അസ്ത്രങ്ങളാണ്. റിവിഷനാണ് നിങ്ങളുടെ പഠനത്തിലെ ബ്രഹ്മാസ്ത്രം. അത് നിങ്ങൾ എങ്ങനെ പ്രയോഗിക്കുന്നുവോ ആ പ്രയോഗമാണ് നിങ്ങൾക്ക് ജോലി നേടിത്തരുന്നത്. മനസ്സിലായ? നന്നായിട്ട് റിവിഷൻ ചെയ്യാം. നിങ്ങൾക്ക് റിവിഷൻ കൂടെ ആകട്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് എടുക്കുന്നത്. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഈ പഠിച്ച പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഡിസ്കസ് ചെയ്യത്തില്ലേടെ? ചെയ്യത്തില്ലേ? ചെയ്യോ ഇല്ലേ? നിങ്ങളെന്നെ പറ. നിങ്ങൾ കാണണേയില്ലേ? ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അത് കേറിയിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടാടാ നിനക്കൊക്കെ? വീട്ടിൽ ഒന്ന് ഫാനിന്റെ അടിയിൽ ഇരുന്ന് കേട്ടാ കുറച്ച് കപ്പലണ്ടിയോ ചായയോ എന്തെങ്കിലുമൊക്കെ വെച്ചോണ്ടിരുന്നിട്ട് അതൊന്ന് അറ്റൻഡ് ചെയ്ത് കൊണ്ടു വല്ല കുഴപ്പമുണ്ടാ? അപ്പൊ അത് കേറാത്തത് അഹങ്കാരം കൊണ്ടല്ലേ?
അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയിട്ട് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, നാളെ റിവിഷൻ റിവിഷൻ ക്ലാസ് കണ്ട് എടാ. ഇപ്പൊ റിവിഷൻ അത് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവൂടാ. ഇപ്പം നമ്മളിപ്പോ പരീക്ഷ ആവാറാകുമ്പോൾ ചെയ്യുന്ന വേറൊരു പരിപാടിയുണ്ട്. പരീക്ഷ ആവാറാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയുമ്പോൾ ഓരോ പ്രീവിയസ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് എടുക്കും. ഒരു പ്രീവിയസ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും, അത് റിവിഷൻ ചെയ്യും ഓരോ വിഷയത്തിന്റെ ആയിട്ട് എടുത്തിട്ട്. അപ്പൊ അങ്ങനെ റിവിഷൻ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നല്ല പോലെ അതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അതോടൊപ്പം ഇതും മുടങ്ങല്ലേ. നാളെ ഉച്ചയ്ക്കുണ്ട് നമുക്കൊരു എന്തായാലും നാളെ ഉച്ചയ്ക്ക് നമ്മൾ എടുക്കാൻ പോകുന്ന ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും വരും. കാരണം അത്രത്തോളം കണ്ടന്റ് ഉണ്ട് നാളെ എടുക്കുന്നതിന്. സോ അപ്പൊ നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞ് കുറച്ച് നേരം ബ്രേക്ക് ഒക്കെ എടുത്ത് പയ്യെ നമുക്ക് എന്ത് ചെയ്യാം, ഉച്ചയ്ക്ക് എടുക്കാം. ഉച്ചയാകുമ്പോൾ എല്ലാവരും ഫ്രീ ആയിരിക്കും. ഓക്കെ, ബാക്കി നോക്കാം പിള്ളേരെ. നാളെ ഉച്ചയ്ക്ക് ആയിരിക്കും. നാളെ ഉച്ചയ്ക്ക് കേട്ടോ, 2 മണിക്കായിരിക്കും. 2 മണിക്ക് ശേഷം 3 മണിക്കായിരിക്കും. 3 മണി ഒരു 4, 5 മണിയൊക്കെ പോകും, അല്ലെങ്കിൽ 2:30. ഓക്കെ, ക്ലിയർ ആണ്. പിള്ളേർ നോക്കിക്കോടാ. പെരിയാറ് 1000 പഠിച്ചോണേ. സ്കൂൾ വിടുന്ന ടൈമാണോ? നോക്കാം. പെരിയാറ് 1950 ഇടുക്കി പത്തനംതിട്ട. പെരിയാർ 1950 ഇടുക്കി പത്തനംതിട്ട ആദ്യത്തേത്. രണ്ടാമത്തത് നെയ്യാറ് 1958 തിരുവനന്തപുരം. രണ്ടാമത്തെ നെയ്യാറ് 1958 തിരുവനന്തപുരം. മൂന്നാമത്തത് പീച്ചി വാഴാനി 1958 തന്നെയാണ് തൃശ്ശൂര്. 1958 പീച്ചി വാഴാനി തൃശ്ശൂര്. നാലാമത്തത് വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ 1973 വയനാട് ജില്ല. അഞ്ചാമത്തത് പറമ്പിക്കുളം 1973 പാലക്കാട്. അപ്പൊ ആദ്യത്തെ 5 ഒരു പ്രശ്നവും ഇല്ല. 1 പെരിയാറ് 50 ഇടുക്കി പത്തനംതിട്ട. 2 നെയ്യാറ് 58 തിരുവനന്തപുരം. 3 പീച്ചി വാഴാനി 58 തൃശ്ശൂര്. 4 വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ 73 വയനാട്. 5 പറമ്പിക്കുളം 1973 പാലക്കാട്. 5 പഠിക്കാൻ വലിയ പാടൊന്നുമില്ല. ഈ പറഞ്ഞ ഓർഡറിൽ ഒന്ന് എഴുതിയോ പഠിച്ചോ നോക്കുക. അടുത്ത ആറാമത്തത് ഇടുക്കി. ആറാമത്തെ ഇടുക്കി 76 ഇടുക്കി ജില്ല. ഏഴാമത്തത് പേപ്പാറ തിരുവനന്തപുരം. എട്ടാമത്തത് തട്ടേക്കാട് 83 എറണാകുളം. പേപ്പാറയും തട്ടേക്കാടും 1983 തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയിൽ പേപ്പാറയും എറണാകുളം ജില്ലയിൽ തട്ടേക്കാടും രണ്ടും ഒരേ വർഷം. 4 ഒരേ വർഷം വരുന്നുണ്ട്. ചിന്നാറ്, ചിമ്മിനി, ചെന്തൂർ. തിരിച്ചാണ് എടാ, വർഷം അങ്ങോട്ട് മാറിപ്പോലെ. ഇത് 11 ഇത് 12 കേട്ടോ. 6 ചെന്തുരുണിയാണ്. 6 കഴിഞ്ഞിട്ടാണ് ചെന്തുരുണി വേണ്ടത്. എഴുതുമ്പോൾ നോട്ട് തിരിച്ചെഴുതിക്കോണേ. 6 കഴിഞ്ഞിട്ടാണ് ചെന്തുരുണി വേണ്ടത്. നോക്കിക്കോണേടാ, 6 കഴിഞ്ഞിട്ടാണ് ചെന്തുരുണി വരണത്. ഓക്കെ, ഇത് മുകളിൽ പോകും. 6 ചെന്തുരുണിയാണ് കേട്ടാ. പറഞ്ഞ ഓർഡർ മാറിപ്പോയി. ഇത് 12, ഇത് 11. ഓക്കെ, നോക്കിക്കോണേ. അപ്പം ചിന്നാറ്, ചിമ്മിനി, 6 ചെന്തുരുണി. ചിന്നാറ്, ചിമ്മിനി, 6 ചെന്തുരുണി. വർഷം 1984. ചിന്നാറ്, ചിമ്മിനി, 6 ചെന്തുരുണി. വർഷം 1984. ചിന്നാർ ഇടുക്കി, ചിമ്മിനി തൃശ്ശൂര്, ചെന്തുരുണി 6 കണ്ണൂര്, ചെന്തുരുണി കൊല്ലം. തെറ്റാണ്. 13ാമത്തത് മംഗളവനമാണ്. 2004 എറണാകുളം. മംഗളവനം 2004 എറണാകുളം. 14ാമത്തത് കുറിഞ്ഞിമല 2006 ഇടുക്കി. കുറിഞ്ഞിമല 2004 ഇടുക്കി. 15ാമത്തത് ചൂളന്നൂർ 2007 പാലക്കാട്. 16ാമത്തത് മലബാർ 2010 കോഴിക്കോട്. 17ാമത്തത് കൊട്ടിയൂര് 2011 കണ്ണൂര്. 18ാമത്തത് കരിമ്പുഴ 2019 മലപ്പുറം. ഇത്രയുമാണ് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ രൂപം കൊണ്ട വർഷവും സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ. ഓക്കെ അല്ലേ? ഏറ്റവും വലുത് ആദ്യത്തെ നമുക്ക് ഈ പ്രിലിംസിന് ചോദിച്ചു ഏറ്റവും വലുത് ഏതെന്ന്. ഏറ്റവും വലുത് പെരിയാറാണ്. ആദ്യത്തേതും പെരിയാറാണ്. ഏറ്റവും ചെറുത് മംഗളവനമാണ്. വടക്കേറ്റത്തത് ആറളവും തെക്കേറ്റത്തത് നെയ്യാറുമാണ്. മനസ്സിലായി. ഓക്കെ, പഠിക്കുന്ന ഓരോ പോർഷനും സെറ്റാക്കി പോണേ പിള്ളേരെ.
നല്ല ഒരു പ്രൊഫഷണലിസം കാണിക്കണം. നിങ്ങൾ പഠിക്കുന്നതിലായാലും പരീക്ഷ എഴുതുന്നതിലായാലും ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നതിലായാൽ പോലും, മനസ്സിലായ, ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നതിലായാൽ പോലും നിങ്ങൾ ഒരു പ്രൊഫഷണലിസം കാണിക്കണം. ഓക്കെ, സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് മാർക്ക് കുറച്ച് കുറവായിരിക്കും. കാര്യമില്ല, അത് അങ്ങനെ തന്നെയാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ് തുടങ്ങുന്നത്. മനസ്സിലായ?